എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ റെസിപ്പി ഒരുപാട് പേരുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സ്വീറ്റാണ് ജിലേബി. ദീപാവലി സ്പെഷ്യൽ റെസിപ്പിയാണ്. പുറത്ത് നല്ല ക്രിസ്പിയും അകത്ത് നല്ല സോഫ്റ്റും ആയിട്ട് കടയിൽ നിന്നൊക്കെ നമ്മൾ വാങ്ങുന്നത് പോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വീട്ടിലെങ്ങനെയാണ് ജിലേബി തയ്യാറാക്കുന്നതെന്ന് നോക്കാം. വളരെ ഈസിയാണ്. ഇത് ഇൻസ്റ്റൻറ്റ് ജിലേബി അല്ല, ഉഴുന്ന് ഉപയോഗിച്ചിട്ടാണ് ജിലേബി തയ്യാറാക്കുന്നത്. 1 കപ്പ് ഉഴുന്ന് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി 3 മണിക്കൂർ കുതിർത്തി വെച്ചിട്ടുണ്ട്. കുറച്ചധികം വെള്ളത്തിൽ 3 മണിക്കൂർ കുതിർത്തി വയ്ക്കുക. സ്പ്ലിറ്റഡോ അല്ലാത്തതോ ആയിട്ടുള്ള ഉഴുന്ന് എടുക്കാവുന്നതാണ്. 3 മണിക്കൂറിന് ശേഷം വെള്ളം വാർത്ത് കളയുക. അതിന് ശേഷം മിക്സിയുടെ ഒരു വലിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. 250 ml കപ്പിൽ 1 കപ്പ് ഉഴുന്നാണ് എടുത്തിട്ടുള്ളത്. അല്ലെങ്കിൽ 125 ഗ്രാം ഉഴുന്ന് എടുക്കുമ്പോൾ അതിലേക്ക് 1/2 കപ്പ് പ്ലസ് 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക. കറക്റ്റായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടാൻ ഈ ഒരു അളവിൽ ചേർത്താൽ മതിയാവും. ഒട്ടും തന്നെ തരികളില്ലാതെ നല്ല പേസ്റ്റ് പോലെ തന്നെ ഇത് അരച്ചെടുക്കുക. ഒട്ടും തരി പാടില്ല, നല്ല സോഫ്റ്റായി തന്നെ അരച്ചെടുക്കണം. അരച്ചെടുത്ത മിക്സിലേക്ക് 2 ടീസ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർക്കാം. ഒട്ടും തന്നെ തരിയില്ലാത്ത അപ്പം, ഇടിയപ്പം, പത്തിരിക്കൊക്കെ ഉപയോഗിക്കുന്ന പൊടി ഉണ്ടെങ്കിൽ അത് തന്നെ ചേർത്ത് കൊടുക്കുക. ഈ ഒരു ചേർത്ത അരിപ്പൊടിയുടെയും കോൺഫ്ലോറിൻ്റെയും അളവുകളും കൃത്യമായിട്ട് തന്നെ ചേർക്കാൻ ശ്രദ്ധിക്കുക. ഒട്ടും കൂടിയും പോകണ്ട, കുറഞ്ഞും പോകണ്ട. ഒരു വിസ്കോ സ്പൂണോ ഉപയോഗിച്ചിട്ട് നല്ലതുപോലെ മിക്സാക്കി കൊടുക്കുക. നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തിട്ടെടുക്കുക. ഇങ്ങനെ ചെയ്യുന്നത് വഴി ഈ ഒരു മാവ് ഒന്ന് അയഞ്ഞ് കിട്ടാനും നല്ല സോഫ്റ്റായിട്ട് കിട്ടാനും ഹെൽപ്പ് ചെയ്യും. ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഒരുപാട് ഉപ്പ് ചേർക്കേണ്ട, 1/2 ടീസ്പൂൺ തന്നെ മതിയാവും. അതിനുശേഷം നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഏകദേശം ഒരു 3-4 മിനിറ്റ് ഇതുപോലെ മാവിൽ നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കണം. ജിലേബിയിലേക്ക് ഞാൻ കുറച്ച് കളർ ചേർക്കുന്നുണ്ട്. ഓപ്ഷണലാണ്, ഉണ്ടെന്നുള്ളവർ മാത്രം ചേർക്കുക. ചേർക്കുമ്പോൾ എപ്പോഴും ജെൽ കളേഴ്സ് ചേർക്കാൻ ശ്രദ്ധിക്കുക. 2-3 തുള്ളി ജെൽ കളർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഓറഞ്ച് കളറാണ് ചേർത്തിട്ടുള്ളത്. മഞ്ഞ കളറും ഇതിന് ഉപയോഗിക്കാറുണ്ട്. ഇനി കളർ ചേർക്കണമെന്നൊന്നും നിർബന്ധമില്ല. ഫ്രൈ ചെയ്തിട്ട് വരുമ്പോഴേക്കും ഒരു ചെറിയ ലൈറ്റ് യെല്ലോ കളർ എന്തായാലും കിട്ടും. കളർ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ലൊരു കളർ ഉണ്ടാവും, അത്ര മാത്രമേ ഉള്ളൂ. ഇതിപ്പോൾ വീഡിയോ എടുക്കാനുള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കളർ ചേർത്തത്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. നല്ലതുപോലെ മിക്സ് ചെയ്ത് സോഫ്റ്റ് ആയിട്ടുള്ള മാവ് ഒരു 10 മിനിറ്റ് മാറ്റി വയ്ക്കാം. ആ ഒരു സമയം കൊണ്ട് ജിലേബിയിലേക്ക് വേണ്ടുന്ന ഷുഗർ സിറപ്പ് തയ്യാറാക്കാം. ഷുഗർ സിറപ്പ് തയ്യാറാക്കാൻ വേണ്ടി ഒരു കടായി എടുത്തിട്ടുണ്ട്. അല്പം കുഴിയുള്ള ഒരു പാത്രം എടുക്കാം. അതിലേക്ക് ഒരു 2 കപ്പ് പഞ്ചസാര ചേർക്കാം. 250 ml കപ്പിൽ 2 കപ്പ്, ഏകദേശം ഒരു 1/4 കിലോ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് അതേ കപ്പിൽ തന്നെ 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ ഒരു പഞ്ചസാരയും വെള്ളവും നല്ലതുപോലെ ഒന്ന് അലിയിച്ചെടുക്കണം. പഞ്ചസാരയും വെള്ളവും ചൂടായി അലിഞ്ഞു തുടങ്ങുന്ന സമയത്ത് ഒരു സ്പൂൺ ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടി 1/2 ടീസ്പൂൺ ഏലക്കായ പൊടിച്ച പൊടി ചേർത്ത് കൊടുക്കാം. ഏലക്കായ പൊടിച്ചതില്ലെങ്കിൽ 2-3 ഏലക്കായ ചേർത്ത് കൊടുത്താൽ മതി. ജസ്റ്റ് ഒന്ന് കീറിയിട്ട് കൊടുക്കുക. 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക. സാധാരണ പശുവിൻ നെയ്യ് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. ചൂടാവും തോറും ആ നെയ്യ് അതിലേക്ക് അങ്ങ് മിക്സാക്കി ഇട്ടിക്കോളും. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നാരങ്ങ നീര് ചേർത്ത് കൊടുക്കുക. നല്ലൊരു ടേസ്റ്റും അതുപോലെ കുറച്ച് ചൂടാറി കഴിയുമ്പോൾ ഷുഗർ സിറപ്പ് കട്ടയായി പോവാതിരിക്കാനും ഈ ഒരു നാരങ്ങ നീര് ഹെൽപ്പ് ചെയ്യും. പഞ്ചസാര ഏകദേശം അലിഞ്ഞ് കിട്ടിയാൽ ഹൈ ഫ്ലെയിമിലേക്ക് തീ മാറ്റാം. അതിനുശേഷം നല്ലതുപോലെ തിളപ്പിച്ചെടുക്കാം. ഈ ഒരു സമയത്ത് ഇത് റെഡി ആയിട്ടുണ്ടാവില്ല. ഇനിയും ഹൈ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ മാത്രമാണ് ഏകദേശം ഒരു 1 കപ്പ് വെള്ളം ഒന്ന് വറ്റി കിട്ടണം. അപ്പോഴേക്കുമാണ് ഷുഗർ സിറപ്പ് ഒരു ഒറ്റ നൂൽ പരുവം കൺസിസ്റ്റൻസിയിൽ വരുന്നത്. നല്ലതുപോലെ തിളച്ച് കൈ കൊണ്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഒരു ചെറിയൊരു നൂല് പോലെ നമ്മുടെ കയ്യിൽ നിൽക്കുന്ന ഒരു സമയത്താണ് ആ ഒരു കൺസിസ്റ്റൻസിയിൽ എത്തുന്നത്.
ഈ ഒരു സമയത്ത് കുറച്ച് കൂടി കളറ് ചേർത്ത് കൊടുക്കാം. നല്ലൊരു കളറ് ജിലേബിക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഷുഗർ സിറപ്പിലും കളറ് ചേർക്കുന്നത്. നമ്മൾ ഇതിലിങ്ങനെ ഡിപ്പ് ചെയ്തിട്ട് കുറച്ച് നേരം വെച്ച് കഴിയുമ്പോൾ നല്ലൊരു കളറ് കൂടി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇത് ഓപ്ഷണലാണ്, ഇങ്ങനെ ചേർക്കണം എന്ന് യാതൊരു നിർബന്ധവുമില്ല. ഷുഗർ സിറപ്പ് തയ്യാറാവുമ്പോഴേക്കും നേരത്തെ തയ്യാറാക്കി വെച്ച മാവ് ഒരു പൈപ്പിംഗ് ബാഗിലേക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്ലാസ്റ്റിക് കവറിലേക്കോ ഇട്ട് കൊടുക്കണം. നല്ലതുപോലെ കോർണർ കട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാസ്റ്റിക് കവറോ പൈപ്പിംഗ് ബാഗോ എടുക്കാം. അങ്ങനെ എടുക്കുകയാണെങ്കിൽ അത് ഇതുപോലെ ഒരു ഗ്ലാസ്സിലോ മറ്റോ വെച്ചതിന് ശേഷം അതിനുള്ളിലേക്ക് മാവ് നിറച്ചു കൊടുക്കുക. ജിലേബി നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടണമെങ്കിൽ ഈ ഒരു മാവിൻ്റെ കൺസിസ്റ്റൻസി വളരെ പ്രാധാന്യമുള്ളതാണ്. അതുകൊണ്ട് തന്നെ എടുത്ത അളവുകൾ അതേപടി എടുത്താൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടും. ഒരു കപ്പ് ഉഴുന്നെടുക്കുമ്പോൾ നല്ലതുപോലെ കുതിർത്തി ഡ്രൈ ആക്കിയതിന് ശേഷം അതിലേക്ക് 1/2 കപ്പ് വെള്ളവും 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്ത് വേണം അരച്ചെടുക്കാൻ. അതിനുശേഷം നല്ലതുപോലെ മിക്സ് ചെയ്യണം. നല്ലതുപോലെ മിക്സ് ചെയ്ത് മാവ് നല്ല സോഫ്റ്റ് ആക്കി എടുക്കണം. അപ്പോൾ കുറച്ചുകൂടെ ഒന്ന് അഴഞ്ഞു കിട്ടും. അതിനുശേഷം മാത്രം ഇങ്ങനെ ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കി ജിലേബി തയ്യാറാക്കുക. ഈ ഒരു പ്രോസസ്സ് ഫോളോ ചെയ്താൽ ഉറപ്പായിട്ടും ഫെയിലാവാതെ കറക്റ്റായിട്ട് നല്ല ജിലേബി തന്നെ നിങ്ങൾക്ക് കിട്ടും. മുഴുവൻ മാവും ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇനി ഇത് ഫ്രൈ ചെയ്തിട്ട് എടുത്താൽ മതി. അതിന് വേണ്ടി ഒരു പാൻ എടുക്കാം. പാനിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഏതെങ്കിലും ഒരു റിഫൈൻഡ് ഓയിൽ എടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. മുങ്ങിക്കിടക്കാൻ പാകത്തിന് തന്നെ ഒഴിച്ച് പൊരിച്ചെടുക്കുക. ഡീപ്പ് ഫ്രൈ തന്നെ ചെയ്യുക, അതാണ് നല്ലത്. കോർണർ ഒന്ന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു മീഡിയം ചൂടായ എണ്ണയിലേക്ക് ജിലേബി ആക്കി കൊടുക്കുക. ജിലേബി ചൂടായ എണ്ണയിലേക്ക് ഇട്ടതിന് ശേഷം ഫ്ലെയിം ലോ ഫ്ലെയിമിൽ വയ്ക്കുക. ചെറിയ തീയിൽ വെച്ചിട്ട് വേണം ജിലേബി ഫ്രൈ ആക്കി എടുക്കാൻ. ഒരിക്കലും ഹൈ ഫ്ലെയിമിൽ വെക്കരുത്. അങ്ങനെ ആയാൽ ഒരുപാട് അങ്ങ് ക്രിസ്പിയായി കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ചെറിയ തീയിൽ വെച്ച് മാത്രം ജിലേബി ഫ്രൈ ചെയ്തിട്ടെടുക്കുക. കൺസിസ്റ്റൻസി കറക്റ്റ് ആണെങ്കിൽ ആർക്ക് വേണമെങ്കിലും ഏത് ഷേപ്പിലും തയ്യാറാക്കിയെടുക്കാം. കൃത്യമായിട്ടുള്ള അളവിലെടുത്താൽ കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റും. വെള്ളം കൂടി പോവുകയും ചെയ്യരുത്, വെള്ളം കുറഞ്ഞു പോവുകയും ചെയ്യരുത്. കറക്റ്റായിട്ടുള്ള ഒരു അളവിൽ തന്നെ നിങ്ങൾ എടുക്കണം. അപ്പോൾ കറക്റ്റായിട്ട് ഇതുപോലെ ചെയ്യാൻ പറ്റും. ചെറിയ തീയിലിട്ട് മാത്രം ഇത് ഫ്രൈ ചെയ്തിട്ട് എടുക്കുക. ഒട്ടും തന്നെ ഹൈ ഫ്ലെയിമിൽ വെക്കരുത്. അതുപോലെ മീഡിയം ഫ്ലെയിമിലും വെക്കേണ്ട. വളരെ ചെറിയ തീയിലിട്ട് തന്നെ ഇതൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുക. 2 സൈഡും ഒന്ന് ഫ്ലിപ്പ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് ഒന്ന് റെഡിയാക്കി എടുക്കുക. 2-3 വട്ടം മറിച്ചിടേണ്ടി വരും. നിങ്ങൾക്ക് മനസ്സിലാവും 2-3 വട്ടം കഴിയുമ്പോഴേക്കും അത് ക്രിസ്പിയായി വരുന്നത്. ഒരുപാടങ്ങ് ക്രിസ്പിയായി കരിഞ്ഞു പോകണ്ടെങ്കിലും ആ ഒരു അളവ് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കുറച്ച് ടൈം എടുക്കും ഇത് തയ്യാറായി വരാനായിട്ട്. ഒരുപാട് നേരം എടുക്കില്ല. എന്നാലും ഇതുപോലെ ഒന്ന് മറിച്ചും തിരിച്ചു ഇട്ടിട്ട് കുറച്ച് ടൈം എടുത്ത് ചെയ്യുമ്പോഴേക്കും അത് കറക്റ്റായിട്ട് നല്ല ക്രിസ്പായിട്ട് വരും. അത് നിങ്ങൾ ചെയ്യുന്തോറും നിങ്ങൾക്ക് മനസ്സിലാവും. ആ ഒരു കറക്റ്റ് കൺസിസ്റ്റൻസി ആവുമ്പോഴേക്കും നിങ്ങൾക്ക് മനസ്സിലാവും. ഒരുപാട് കരിഞ്ഞു പോവരുത്. അപ്പോൾ ഇത് 2 എണ്ണം തയ്യാറായിട്ടുണ്ട്. 2-3 ഇട്ട് ചെയ്യാം കേട്ടോ. ഫ്രൈ ചെയ്ത ജിലേബി നല്ല ചൂടുള്ള ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ തന്നെ തയ്യാറാക്കിയത് കൊണ്ട് തന്നെ ഷുഗർ സിറപ്പിന് ചൂടുണ്ട്. ഇനി ഈ ഒരു ഷുഗർ സിറപ്പ് ഇട്ടതിന് ശേഷം രണ്ടാമത് ഇടുമ്പോഴും ചൂടില്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയതിന് ശേഷം മാത്രം ഇട്ട് കൊടുക്കുക. ഇതുപോലെ മുകളിലേക്ക് കുറച്ച് ഷുഗർ സിറപ്പ് ആക്കി കൊടുക്കുക. പതിയെ പതിയെ അത് താഴേക്ക് ഇരുന്നോളും. താഴേക്ക് ഇരുന്നിട്ട് അത് നന്നായിട്ട് അതിലേക്ക് പിടിച്ചോളും. ഇങ്ങനെ ആദ്യത്തെ 4 എണ്ണമാണ് കുറച്ച് നേരമായി ഷുഗർ സിറപ്പിലിട്ടിട്ട്. ഇനി ഈ ഒരു 4 എണ്ണം മാറ്റിയിട്ട് വേണം അടുത്ത 4 എണ്ണം ഇതിലേക്ക് ഇട്ട് വയ്ക്കാൻ വേണ്ടിയിട്ട്. നല്ലതുപോലെ ഷുഗർ സിറപ്പ് അതിലേക്ക് ആയിട്ടുണ്ട്. ഒരു 15 മുതൽ 20 മിനിറ്റൊക്കെ വരെ ഇട്ട് വയ്ക്കാം. കുറച്ചുകൂടി കൂടുതൽ നേരം ഇട്ട് വയ്ക്കും തോറും അതിലേക്ക് ആ ഒരു ഷുഗർ സിറപ്പ് നന്നായിട്ട് അബ്സോർബ് ആവും. ഇനി ബാക്കിയുള്ള അടുത്ത ബാച്ചും ഇതുപോലെ തന്നെ ഇട്ട് വയ്ക്കാം. ഷുഗർ സിറപ്പിന് ചൂടിൽ കുറവാണെങ്കിൽ കുറച്ചൊന്ന് ചൂടാക്കിയതിന് ശേഷം മാത്രം ജിലേബി അതിലേക്ക് ചേർത്ത് കൊടുക്കാം.
ബാക്കി ജിലേബിയും ഇതുപോലെ തയ്യാറാക്കിയെടുക്കാം. 1 കപ്പ് ഉഴുന്ന് മാവ് കൊണ്ട് ഏകദേശം വലിയ 10 ജിലേബി ചെയ്തെടുക്കാം. ചെറുതാണെങ്കിൽ 12 എണ്ണം വരെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ 11 ജിലേബി തയ്യാറാക്കിയെടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്, അതുപോലെ നല്ല എളുപ്പത്തിൽ ചെയ്തെടുക്കാം. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. കടയിൽ നിന്നൊക്കെ വാങ്ങുന്നതിനേക്കാട്ടിലും നല്ല ടേസ്റ്റ് ഉണ്ട് ഈ ഒരു ജിലേബിക്ക്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ദിവാലിയൊക്കെ ആയിട്ട് എല്ലാവരും വീട്ടിൽ സ്വീറ്റ്സ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഇതുകൂടി ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. ഡീറ്റെയിൽ റിട്ടേൺ റെസിപ്പീസ് shahnazrecipes.com എന്ന് പറഞ്ഞ സൈറ്റിലുണ്ട്. അതുകൂടി എല്ലാവരും ചെക്ക് ചെയ്യുക. അപ്പോൾ ഇനിയും നല്ല നല്ല റെസിപ്പികളായിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും താങ്ക് യു.